അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ഫ്രൈ പാനിൽ ഒരു ദോശ, അരച്ച ദോശ ഫ്രൈ പാനിൽ അത് എങ്ങനെ ചുടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ പച്ചരി, തേങ്ങ, ഇത് തേങ്ങയാണ്, എൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് അറിയുന്നില്ല. ഇത് തേങ്ങ, പച്ചരി, ചെറിയ ഉള്ളി, വലിയ ജീരകം പൊടിച്ചത്, ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് വലിയ ജീരകം. അത് പിന്നെ അരി 2 ഗ്ലാസ് അരി എടുത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. വലിയ ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. വലിയ ജീരകം, തേങ്ങ, ഉള്ളിയൊക്കെ കൂടിയാൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാം കൂടി അരച്ച് വെച്ചതാണ് ഈ മാവ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിൽ വലിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും, കുറച്ച് നല്ല ലൂസായാലും കുഴപ്പമില്ല. നല്ല ഇത് ഏത് നേരം എണ്ണ തൂവിക്കൊണ്ടിരിക്കണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ടേബിൾ സ്പൂൺ എണ്ണ വയ്ക്കും. ആ എണ്ണ മാവിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ എണ്ണ തൂക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ദോശ വേഗം കിട്ടും. അതിൻ്റെ ഇടയിലൊന്ന് കറണ്ട് പോയി, അതാണ് കുറച്ച് പ്രശ്നമായത്. ഇപ്പം എപ്പോഴും കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നല്ല കട്ടി കുറഞ്ഞ ദോശയായി കിട്ടും. ചട്ടി ഒന്ന് ചൂടായി. നമ്മൾ ദോശച്ചട്ടി ചുടിനേക്കാളും കട്ടി കുറഞ്ഞ് കിട്ടും. നല്ല ദോശയായി കിട്ടും. മൂടി വെക്കുക. എല്ലാ ഭാഗവും നല്ല വിട്ട് വരുന്നുണ്ട്. ഇതുപോലെ എണ്ണ ഒന്ന് കൂട്ടി കൊടുത്തതുകൊണ്ടാണിത് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാ ദോശയും ഇത് ചുട്ടെടുക്കാം. ഓക്കെ, എല്ലാവരും ഈ ദോശ ചുട്ട് നോക്കുക. രാവിലെ എളുപ്പത്തിൽ ചുടാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അരി അരക്കാൻ ഇല്ലെങ്കിലും തേങ്ങ, ഉള്ളി, ജീരകം കൂട്ടിയിട്ട് അരിപ്പൊടിയിൽ അരച്ചിട്ട്, അപ്പോൾ അരിപ്പൊടി അരക്കുമ്പോൾ ഒരു കയ്യിൽ ചോറിട്ട് അരച്ചാലും ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഓക്കെ, എല്ലാവരും ചെയ്തു നോക്കുക. ഓക്കെ, എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക.
ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.